പീഡനക്കേസിൽ പ്രതിയായ എം മുകേഷ് എംഎൽഎയുടെ രാജി പരോക്ഷമായി ആവശ്യപ്പെട്ട് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി. ഇക്കാര്യത്തിൽ ധാർമ്മിക ബോധം വെച്ച് മുകേഷ് സ്വയം തീരുമാനമെടുക്കണം. രാജിവെക്കണമെന്ന് തീരുമാനിക്കേണ്ടത് എം മുകേഷിന്റെ ഔചിത്യമാണെന്നും പി കെ ശ്രീമതി പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഉയരുകയും ആരോപണ വിധേയനാവുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് അറസ്റ്റ് ചെയ്യപ്പെടുകയും മുൻകൂർ ജാമ്യം തേടിയതിനാൽ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. പക്ഷേ ഇക്കാര്യത്തിൽ ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിലെല്ലാം പൊതുവെ അവനവൻ തന്നെയാണ് ഇക്കാര്യങ്ങളിൽ ഔചിത്യപൂർവ്വം തീരുമാനമെടുക്കേണ്ടത്. ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഔചിത്യപൂർവ്വം അവനവൻ്റെ ധാർമ്മിക ബോധം വെച്ച് തീരുമാനമെടുക്കാൻ കഴിയേണ്ടത് അവനവന് തന്നെയാണ്. പാർട്ടിക്കകത്തും മുന്നണിയിലും എം മുകേഷിന്റെ രാജി ആവശ്യമുയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപ്പോൾ ചേരുന്നത്. നേതൃത്വത്തോട് ഇടഞ്ഞു നിൽക്കുന്ന ഇ പി ജയരാജൻ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. എം ജി പ്രതീഷ് വിശദാംശങ്ങളുമായി. പ്രതീഷ്, നേരത്തെ തന്നെ പാർട്ടി ഈ വിഷയം ചർച്ച ചെയ്തതാണ്, പാർട്ടിയുടെ നിലപാട് പറഞ്ഞതുമാണ് എം വി ഗോവിന്ദൻ. ഇപ്പോൾ ആ നിലപാടിന് ഘടകവിരുദ്ധമായ മറ്റൊരു നിലപാട് പി കെ ശ്രീമതി പറയുമ്പോൾ അത്തരം അഭിപ്രായ പ്രകടനങ്ങൾ ഇന്നത്തെ സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വരാനുള്ള സാഹചര്യമുണ്ടോ? അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം നേരത്തെ തന്നെ മുകേഷിന്റെ വിഷയത്തിൽ സിപിഐഎം നിലപാട് വ്യക്തമാക്കിയിരുന്നു. എം വി ഗോവിന്ദൻ തന്നെ പറഞ്ഞത് മുകേഷിന്റെ രാജിയുടെ ആവശ്യമില്ല, UDF MLA-മാർക്കെതിരെയും സമാനമായ കേസുകൾ നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ള ന്യായീകരണമായിരുന്നു നേരത്തെ മുകേഷിന്റെ കാര്യത്തിൽ എം വി ഗോവിന്ദൻ നടത്തിയത്. പക്ഷേ ഇന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നതിന് തൊട്ട് മുമ്പാണ് പി കെ ശ്രീമതിയുടെ ഈ പ്രതികരണം വന്നത്. ഇക്കാര്യത്തിൽ മുകേഷിന്റെ കാര്യത്തിൽ മുകേഷാണ് സ്വയം തീരുമാനം എടുക്കേണ്ടത്. അതിൽ മുകേഷിന്റെ ഔചിത്യമാണ് ഉള്ളത്. ധാർമ്മികപരമായി രാജിവെക്കണമോ എന്ന കാര്യത്തിൽ മുകേഷാണ് തീരുമാനിക്കേണ്ടത്. താൻ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് മുകേഷിന് മാത്രമേ അറിയൂ എന്നുള്ള ഒരു പരോക്ഷമായ മറുപടിയാണ് ഇക്കാര്യത്തിൽ പി കെ ശ്രീമതി നടത്തിയിരിക്കുന്നത്. സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ പി കെ ശ്രീമതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു പ്രതികരണം ഉണ്ടാകുന്നു. സമാനമായ രീതിയിൽ നേരത്തെ ബൃന്ദാക്കാരാട്ടം ഇതുമായി ബന്ധപ്പെട്ട മുകേഷിന്റെ രാജി ഉൾപ്പെടെയുള്ള കാര്യത്തിൽ കൃത്യമായൊരു നിലപാട് സമാനമായി വ്യക്തമാക്കിയിരുന്നു. ഒപ്പം ആനി രാജയും കഴിഞ്ഞ ദിവസം ഈ മുകേഷിന്റെ രാജി ആവശ്യം അല്ലെങ്കിൽ MLA സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. ഈ ഘട്ടത്തിൽ ഇനി CPIM എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ CPM സ്വീകരിച്ച നിലപാട് അതേപടി തുടരുമോ അതോ മറ്റേതെങ്കിലും തരത്തിൽ ഇന്ന് ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനമെടുക്കൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ജാമ്യം ലഭിച്ചുവെങ്കിലും 3 മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷമാണ് മുകേഷിനെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചത്. അതുകൊണ്ട് തന്നെ ഇനി മുകേഷ് MLA-ക്ക് CPM സംരക്ഷണം ഒരുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയേണ്ട കാര്യം. ഇന്ന് വൈകിട്ട് 3 മണിക്ക് CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. നേരത്തെ അനുജ സൂചിപ്പിച്ച മറ്റൊരു കാര്യം, ഇ പി ജയരാജൻ ഇന്ന് ചേരുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. കണ്ണൂരിൽ ഇ പി ജയരാജൻ ഉണ്ട്. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന സംസ്ഥാന നേതൃത്വവുമായുള്ള ഒരു അമർഷം ഇ പി ജയരാജൻ ഇപ്പോഴും ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഈ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന നടപടി. ഒപ്പം ഇന്ന് വൈകിട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നു. അതിനിടെയാണ് ഇപ്പോൾ പി കെ ശ്രീമതിയുടെ ഒരു പ്രതികരണം കൂടി ചർച്ചയാകുന്നത്. എം മുകേഷ് രാജിവെക്കണമെന്നൊരു പരോക്ഷ ആവശ്യം അവർ ഉന്നയിക്കുകയാണ്. ഈ വിഷയത്തിൽ എന്താണ് പാർട്ടി ഇനി കൈക്കൊള്ളാൻ പോകുന്ന തീരുമാനമെന്നത് നിർണായകമാകും.